പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. ഒരു ക്ലിപ്പ് ഒരു 20 മിനിറ്റ് കൂടിപ്പോയി, 40-49. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ട് മറന്നു പോവുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, കഷ്ടതയുടെ മർമ്മം എന്താണെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. കഷ്ടത ആരും ശാപമായിട്ട് എണ്ണരുത്. കഷ്ടത ആരും നിന്ദിക്കരുത്. കഷ്ടത വേണ്ടെന്ന് പറയരുത്. കഷ്ടതയിലൂടെ തികഞ്ഞു വരുവാനുള്ള ദൈവകൃപ നമ്മൾ പ്രാപിച്ചെടുത്തോണം. കഷ്ടതയിൽ തികഞ്ഞു വരുവാനുള്ള ദൈവകൃപ നമ്മൾ പ്രാപിച്ചെടുത്തോണം. കഷ്ടത ശാപമായിട്ട് കാണരുത്, ഒരിക്കലും കാണരുത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അടുത്ത വാക്യത്തിലേക്ക് ഞാൻ വരികയാണ്. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചതുകൊണ്ട് കാലം പൂക്കിയത് മതി. ശ്രദ്ധിച്ചേ, കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാലയത്തിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. വെറുക്കൂത്ത്, ഇരുട്ടിൻ്റെ പ്രവൃത്തി, ജഡത്തിൻ്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പെന്ന് പത്രോസ് ഇതാ ഇവിടെ പറയുന്നു. 1 പത്രോസ് 4-ാം വാക്യത്തിൽ വെറുക്കൂത്ത് ജാതികളുടെ നടപ്പ്. സിനിമാ, നാടകം, സീരിയലല്ല, ജാതികളുടെ നടപ്പാണ്. വെറുക്കൂത്ത് ഇരുട്ടിൻ്റെ പ്രവൃത്തി എന്ന് എബ്രായ ലേഖനം അതിൻ്റെ 12-ാമത്തെ അധ്യായം 12 ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം. എബ്രായ ലേഖനം അതിൻ്റെ പ്രൈസ് ദി ലോർഡ്. കർത്താവേ, സ്തോത്രം, 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 സ്തോത്രം. ഈ വാക്യങ്ങളെ മറിച്ച് കളയുന്ന പരിപാടി സാധാരണുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോണം. വെറുക്കൂത്ത് ഇരുട്ടിൻ്റെ പ്രവൃത്തി, ജഡത്തിൻ്റെ പ്രവൃത്തി എന്നെങ്കിൽ ഗലാത്യ ലേഖനം 5-ന്റെ ഒന്ന് വായിച്ചേ. ഗലാത്യ ലേഖനം 5-ന്റെ ആ ജഡത്തിൻ്റെ പ്രവൃത്തി എന്നുള്ള ഭാഗം എടുത്തങ്ങ് വായിച്ചേ. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് തുടങ്ങുന്ന പോർഷൻ വേറെ ദിവസം വായിച്ച് പഠിക്കണ്ടേ, എന്നാലല്ലേ എവിടെ കിടക്കണം എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ജഡത്തിൻ്റെ പ്രവൃത്തി എവിടെ കിടക്കുന്നത്? ആത്മാവിൻ്റെ ഫലം അതിനു മുമ്പ്. സ്തോത്രം, 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 സ്തോത്രം. വായിച്ചു, അത് വായിച്ചേ. അടുത്ത് ഇത് 19 തൊട്ട് വായിച്ചേ. ജഡത്തിന്റെ പ്രവൃത്തികൾ. വെറുക്കൂത്തോടെ വന്നു. ശ്രദ്ധിച്ചോണേ, വെറുക്കൂത്തോടെ വന്നു. ഇരുട്ടിന്റെ പ്രവൃത്തി എന്ന് എബ്രായ ലേഖനം, ജഡത്തിന്റെ പ്രവൃത്തി എന്ന് ജഡത്തിന്റെ പ്രവൃത്തി എന്ന് ഗലാത്യ ലേഖനം, ഇരുട്ടിന്റെ പ്രവൃത്തി എന്ന് എബ്രായ ലേഖനം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇരുട്ടിന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പ്, ഇതാണ് വെറുക്കൂത്തിനെ കുറിച്ച് അപ്പോസ്തലന്മാർ തരുന്ന പ്രധാന ഉപദേശം. ഇത് നമ്മൾ വിട്ടുകളയരുത്.
സ്തോത്രം. ഇന്ന് വെറുക്കൂത്തിൽ സഭ മുങ്ങിക്കിടക്കുകയാണെന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നേ. ഇരുട്ടിന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പ്. റോമാലേഖനം 13:12-13 വായിച്ചേ. റോമാലേഖനം 13:12-13. ഇബ്രാഹിലല്ല, റോമാലേഖനത്തിലാണ് ഇരുട്ടിന്റെ പ്രവൃത്തിയായിട്ട് വെറുക്കൂത്തിനെ കാണിക്കുന്നത്. 12:13. 13:12-13. ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. അണ്ടോ, വെറുക്കൂത്തുകളിലും മദ്യപാനങ്ങളിലും ശയനമോഹങ്ങളിലും ദുഷ്കാമങ്ങളിലും പിണക്കത്തിലും അസൂയയിലുമല്ല. മതി. വെറുക്കൂത്ത് ഇരുട്ടിന്റെ പ്രവൃത്തിയെന്ന് റോമാലേഖനം 13:12-13. വെറുക്കൂത്ത് ജഡത്തിന്റെ പ്രവൃത്തിയെന്ന് ഗലാത്യലേഖനം 5:19-21 വരെ വായിച്ചു പഠിക്കുമ്പോൾ, വെറുക്കൂത്ത് ജാതികളുടെ നടപ്പെന്ന് 1 പത്രോസ് 4:2-3 വാക്യം. പെട്ടെന്ന് വാക്യം വിട്ടുപോയിട്ടോ, ക്ഷമിക്കുക. കാരണം ഇതൊന്നും പറഞ്ഞ് വിശ്വാസികളെ പഠിപ്പിക്കുന്നത് അവനിഷ്ടമല്ലല്ലോ. ഇതിന്നൊക്കെ രക്ഷപ്പെട്ടു പോകില്ലേ വിശ്വാസികൾ? അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഈ വെറുക്കൂത്തിൽ സഭ ഇന്ന് കിടക്കുക. സിനിമാ, നാടകം, സീരിയൽ കണ്ടില്ലെങ്കിൽ വിശ്വാസികൾക്ക് ഉറക്കമില്ല. സൂക്ഷിച്ചോണം ഞാൻ നിങ്ങൾ. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് ഗലാത്യലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ദൈവരാജ്യം പ്രാപിക്കാൻ പറ്റാത്ത പാപത്തിന്റെ പട്ടികയാണ് വെറുക്കൂത്ത്, ഇരുട്ടിന്റെ പ്രവൃത്തി, ജഡത്തിന്റെ പ്രവൃത്തി, ജാതികളുടെ നടപ്പ്. ഈ ജാതികൾ എങ്ങനെയുള്ളവരാണെന്ന് എഫേസ്യ ലേഖനം 4:17-18-19 വായിക്കണമെന്ന് വായിച്ചു കൊടുത്തേ. എഫേസ്യ ലേഖനം 4:17-18-19 ജാതികൾ എങ്ങനെയുള്ളവരാണെന്ന് പൗലോസ് ഇവിടെ പറയുന്നു. കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകൂടിയിലും വെറുക്കൂത്തികളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാലയം നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചത് കൊണ്ട് 6 കൂട്ടം കാര്യങ്ങൾ ജാതികളുടെ പോക്കിനെ കുറിച്ച് ഇവിടെ പറയുന്നു. അവിടെ പറയുന്നതെന്ന് ശ്രദ്ധിക്കാം, വായിക്കാം. എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ. അപ്പോ ജാതികൾ എങ്ങനെ നടക്കുന്നവരാ? വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നവർ. അടുത്ത അന്ധബുദ്ധികൾ. നോക്കിയേ, ജാതികൾ അന്ധബുദ്ധികളായി നടക്കുന്നവരാ. അടുത്ത അജ്ഞാനികളാണ്. ജ്ഞാനമില്ല, ആത്മീകമായ ജ്ഞാനമില്ല. എന്താ പോലെ ഈ ലോകത്തിന്റെ ജ്ഞാനം അവർക്ക് കൂടുതലാണ്, ആത്മീകമായ ജ്ഞാനമില്ല. അടുത്ത ഹൃദയകാഠിന്യമുള്ളവരാണ് ജാതികൾ. അടുത്ത ദൈവത്തിന്റെ ജീവന് നകന്ന് മനം തഴമ്പിച്ചു പോയവരാ, മനസ്സിന് തഴമ്പ് വന്നവരാ, മനസ്സിന് മാനസാന്തരമില്ലാതെ മനസ്സിന് കട്ടിയായി മനസ്സ് തഴമ്പിച്ചു പോയവരാ ജാതികൾ. എന്തൊരു ഭയങ്കരമാണത്. അടുത്ത അത്യാഗ്രഹമുള്ളവരാണ് ജാതികൾ. പൈസയ്ക്ക് വേണ്ടി പ്രസംഗിക്കുക, റേറ്റ് പറഞ്ഞ് പ്രസംഗിക്കുക. എനിക്ക് പ്രസംഗത്തിന് 1,000 തരണം, ഇത്ര വേണം, ഇത്ര വേണം, ഇത്ര വേണം. അത്യാഗ്രഹികൾ. എന്തെങ്കിലും തന്ന മേടിച്ചോണ്ട് പോകണമെന്നല്ല. സാംബശിവനും കടാമംഗലം സദാനന്ദനും കഥാപ്രസംഗത്തിന് ഇത്ര രൂപ വെച്ചേക്കുക. അതുപോലെ പാർട്ട്ണർമാർക്ക് ഇത്ര റേറ്റ് വെച്ചിരിക്കുക. ഈ റേറ്റ് വെച്ചിരിക്കുന്നതിനെ തെറ്റാ. അവർക്ക് എന്തെങ്കിലും ന്യായമായി കൊടുത്ത് വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റേറ്റ് വെച്ചേക്കണവരെ വിളിച്ച് പ്രസംഗിച്ചാൽ നിറയെത്തിപ്പാൻ വേറെ വഴിയൊന്നും വേണ്ട, അത് തന്നെ മതി. ഇതൊന്നും ദൈവസഭയ്ക്ക് ഭൂഷണമല്ലെന്ന് ഞാൻ പറഞ്ഞു വയ്ക്കുക. ഞാൻ ചിലപ്പോൾ അധിക പ്രസംഗം ചെയ്യുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ടാകാം. അതെനിക്ക് വിഷയമല്ല എന്ത് പറഞ്ഞാലും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവസഭയ്ക്കൊരു ബൈലയുണ്ട്, ഒരു നിയമമുണ്ട്, ഒരു പ്രമാണമുണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. അത് നമ്മൾ ആരും തെറ്റിക്കരുത്. ദൈവത്തെ ഓർത്ത് നമ്മൾ ആ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നോണം. ഇല്ലെങ്കിൽ അപകടമാണ്. രക്ഷപ്പെടുത്താൻ ആരും വരില്ല.
സ്വത്രം. നിങ്ങൾ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണം മുറുകെ പിടിച്ചു പോയില്ലെങ്കിൽ നിത്യത ചെന്നെത്താൻ പറ്റുന്ന ഇവിടെ കിടന്ന് പല കളിയും നമുക്ക് കളിക്കാം, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. പൂമാലയൊക്കെ കൊണ്ട് കഴുത്തിയിട്ട് തരും. ഇന്നാളെ സഹോദരൻ പറഞ്ഞിട്ട് ഞാനൊരു പ്രസംഗം നടത്തിയപ്പോൾ പൂമാല കൊണ്ടുവന്ന് കഴുത്തിയിട്ട് തരും. അതൊക്കെ പറയും, തരും. പൂമാല കിട്ടിയോണ്ടൊന്നും കാര്യമായില്ല. കാരണം ഇവിടെ കിട്ടുന്ന ബഹുമാനം ഇവിടെ കിട്ടിപ്പോയി. അപ്പോസ്തലന്മാർക്ക് പൂമാലയൊന്നും ആരും ഇട്ടില്ല, നല്ല ചുട്ട അടി കൊടുത്തവർക്ക്. ഒരു സ്ഥലത്ത് നിന്ന് അടി മേടിച്ച് അപ്പുറത്തോട്ട് പോയി പ്രസംഗിച്ചു. ഇവിടെ നടി കിട്ടിയപ്പോൾ അവിടെ പോയി, അവിടെ നടിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി. ഇതാണ് അവർക്ക് കിട്ടിയ ബഹുമാന. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ബഹുമാനവും ലോകത്തിൻ്റെ സ്വത്രം എന്താ അപ്ലാസൊന്നും നമ്മൾ നോക്കരുത്. അതൊന്നും നമുക്ക് കിട്ടത്തില്ല. ലോകത്തിൻ്റെ തോളിൽ കൈയിട്ട് പോയാൽ ഇതൊക്കെ കിട്ടും. ഇന്ന് പലരും അത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നാശത്തിലേക്കുള്ള പോക്കാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ വചനത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. പത്രോസിൻ്റെ ലേഖനം. ദുർനടപ്പിൻ്റെ അതേ കവച്ചിലാൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കേണ്ടത് അപൂർവമെന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജാതികളുടെ സ്വഭാവങ്ങളൊന്നും നമുക്ക് പാടില്ല എന്ന് സാരം. 5-ാം വാക്യം, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവർ ഒരുങ്ങിയിരിക്കേണ്ടവനവർ കണക്ക് പറയും. കണ്ടോ, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കുന്നത്. ഈ വാക്യം എന്നെ വല്ലാതെ ഫീൽ ചെയ്യിച്ചു. എടാ, ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോയാൽ അവന് ന്യായവിധിയുണ്ട്. മരിച്ചു കഴിഞ്ഞ് പോയെന്ന് വെച്ചാൽ ആരും ചിന്തിക്കുക. ചിലരൊക്കെ പറഞ്ഞേക്കാം എങ്ങനെയെങ്കിലും ചത്താൽ മതി, ചത്തോണ്ട് ഗുണമൊന്നുമില്ല. ക്രിസ്തുവിനെ കൂടാതെ ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കാതെ മരിച്ചു പോയാൽ നീ വെള്ളസിംഹാസനത്തിൻ്റെ മുൻഭാഗം നിൽക്കേണ്ടി വരും. വായിച്ച് പഠിച്ചോണോ അത്. ഇതൊന്നും ആരും പറയത്തില്ല തുറന്ന്. ക്രിസ്തുവിനെ കൂടാതെ ദൈവത്തെ കൂടാതെ പ്രമാണം അനുസരിക്കാതെ തരികിടയും കാണിച്ച് നടക്കുന്നവർ മരിച്ചു പോയാൽ അവരെ ഉയർപ്പിച്ചു കൊണ്ട് രണ്ടാം ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഉയർപ്പിച്ചു കൊണ്ടുവന്ന് വെള്ളസിംഹാസനത്തിൽ നിർത്തിയിട്ട് അവർ ചെയ്ത തെറ്റുകളെ കാണിച്ചിട്ട് അവരെന്ത് ചെയ്യും? നരകത്തിലോട്ട് തള്ളിക്കളയും. നമ്മളത് മനസ്സിലാക്കണം നന്നായിട്ട്. ഈ യാഥാർത്ഥ്യം ഉപദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് നന്നായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. 1 തീമോഥെയോസ് 4:1 ആ വാക്യമുണ്ട്. 1 തീമോഥെയോസ് 4:1 പ്രവൃത്തി പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. പ്രവൃത്തി 10:12 ആ ഭാഗം കിടപ്പുണ്ടെന്നാണ് ചിന്ത. 10:12. ഹല്ലേലൂയ. സ്വത്രം 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 സ്വത്രം. 42 കേട്ടോ, 12 പ്രവൃത്തി 12:42. ജീവികളെയും മരിച്ചവരെയും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ, ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഭയങ്കര വാക്യമാണത്. പ്രവൃത്തി 10:42. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത പ്രവൃത്തി 17:31. 2 തീമോഥെയോസ് 4:1 വായിച്ചോ. 2 തീമോഥെയോസ് 4:1. 2 തീമോഥെയോസ് 4:1. പ്രവൃത്തി 17:31 ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചു കേട്ടോണേ. 17:31. ഹല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ചു കേൾക്കണേ ദൈവമക്കളെ. അവൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിയമിച്ചു. അവനെ മരിച്ചവൻ ഉയർപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസത്തെ നിയമിച്ചു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിയമിച്ചു. അപ്പോൾ ലോകത്തെ ന്യായം വിധിക്കും. മരിച്ചവരെയും ജീവിപ്പിക്കുന്നവരെയും ന്യായം വിധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് സ്തോത്രം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ജീവിച്ചോണം.
സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 2 തീമോഥെയോസ് 4:1 വായിച്ചോ. 2 തീമോഥെയോസ് 4:1 വാക്യമുണ്ട്. ഈ വാക്യം എല്ലാവർക്കും ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇത് വായിക്കുന്നത്. ഇങ്ങനെയുള്ള വാക്യങ്ങളും ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും മതി. കണ്ടോ, എത്ര ഷാർപ്പായിട്ടാണ് ആ വാക്യം കിടക്കുന്നത്. 2 തീമോഥെയോസ് 4:1 പത്രോസ് പറയുന്നു, ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവരെ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ലെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് വെളിപ്പാട് പുസ്തകം 21 പറയുന്ന പോലെ വെള്ളസിംഹാസനത്തിന്റെ മുൻപാകെ കൊണ്ടു നിർത്തി നാം ചെയ്ത തെറ്റുകളെ നമ്മളെ കാണിച്ചു തന്ന് നമ്മെ ശിക്ഷ വിധിച്ച് സാത്താനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് നമ്മളെ തള്ളിക്കളയും. കല്യാണ വസ്ത്രം ഇല്ലാത്തവനെ എന്താ ചെയ്ത്? കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിക്കൊണ്ട് തള്ളിക്കളയും. ചുമ്മാ അല്ലാതെ ഇടുന്ന കയ്യും കാലും കെട്ടി. ശിക്ഷ കൂടുതലാ. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നടന്നാൽ, ദൈവവചനം അനുസരിക്കാതെ ജീവിച്ചാൽ, സത്യവചനം പത്യവചനം മറുതലിച്ച് ജീവിച്ചാൽ കയ്യും കാലും കെട്ടിക്കൊണ്ടിടുമെന്ന കർത്താവ് പറഞ്ഞേ. എനിക്കിതൊക്കെ പേടിയല്ല, എനിക്ക് വേറെ ഒന്നുമില്ല. ഇന്ന് പാസ്റ്റർമാർ പറയുന്നൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുക, സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവർ. അത് കിട്ടും ഇത് കിട്ടുമെന്നൊക്കെ. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അത് കിട്ടും ഇത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച പത്രോസും യോഹന്നാനും പൗലോസും അതിൽ ഇടിയും അടിയും തൊഴിയൊക്കെ കിട്ടി. ഇവരിപ്പോൾ പാസ്റ്റർമാർ ദൈവത്തെ സേവിക്കാൻ തുടങ്ങിയോ എല്ലാം കിട്ടുന്നു. വീടിന് വീട്, കാറിന് കാറ്, വിസയ്ക്ക് വിസ, എല്ലാം ജോലി, എല്ലാം കിട്ടും. ഇത് മറ്റൊരു സുവിശേഷം, ഇതിൻ്റെ പിന്നിൽ മറ്റൊരു ആത്മാവ്, ഇവർ പ്രസംഗിക്കുന്നത് മറ്റൊരു ക്രിസ്തു. അതുകൊണ്ട് അപകടം മണത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രസംഗിക്കുന്നതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്. അവൻ ജഡസംബന്ധമായി മനുഷ്യനെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തോളം ജീവിക്കുകയും ചെയ്യേണ്ടത് തന്നെ. 7-ാം വാക്യം പത്രോസിന്റെ ലേഖനം. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. മക്കളെ, നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. അവസാനമായി ലോകത്തിൻ്റെ. ഇസ്രായേലിനെ കുറിച്ച് പഠിച്ചോ? അവസാനമായി. ഇനി ലോകത്തിന് മുന്നേറ്റമില്ല, മുമ്പോട്ട് പോക്കില്ല. 5 വത്സര പദ്ധതിയും 15 വത്സര പദ്ധതിയും ഒക്കെ സർക്കാരൊക്കെ ഉണ്ടാക്കി വെക്കും. കാര്യമൊക്കെ ശരി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കിട്ടിയപ്പോൾ തന്തോടിച്ചുകൊണ്ടിരിക്കുക. അധികം ഒന്ന് യാത്ര ചെയ്യാൻ ആർക്കും പറ്റുമെന്ന് തോന്നണില്ല ഇനി. ഹല്ലേലൂയ. ഇവിടെ സൗജന്യ യാത്ര കിട്ടിയാലും വാർദ്ധക്യ പെൻഷൻ കിട്ടിയാലും എന്ത് കിട്ടിയാലും നരകം നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളത് ഓർത്തോണം. അങ്ങോട്ട് പോകാതിരിക്കാനുള്ള വഴിയാണ് പെന്തക്കോസ്തുകാരായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ ലോകത്തിൻ്റെ ഭൗതികമായ അനുഗ്രഹങ്ങൾ വാരിക്കോരി പ്രാപിച്ച് നരകത്തിൽ പോകുന്ന പെന്തക്കോസ് സമൂഹത്തെ കണ്ടുകൊണ്ട് ഞാൻ കരയുകയാണ് പൗലോസിനെ പോലെ. അയ്യോ, ഇവരെങ്ങോട്ട് പോകുന്നു, അയ്യോ ഇവരെങ്ങോട്ടാണ് ഇവരുടെ യാത്ര. ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞ് ഭൗതികമായ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൂട്ടി വിദേശ യാത്രകളിലൊക്കെ ചെയ്ത് ഇപ്പം വിദേശത്ത് പോകാൻ പാസ്റ്റർമാർ കിടന്ന് കാണിക്കുന്ന ആക്രാന്തം, എൻ്റെ ദൈവമേ, സഹിക്കാൻ പറ്റത്തില്ല. എന്താണ് അവരുടെ ഗോൾ? എന്താണ് അവരുടെ ലക്ഷ്യം? ദൈവം അയക്കുന്നെങ്കിൽ പൊക്കോന്നേ. എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. 1-2 വിസയൊക്കെ എനിക്കൊക്കെ ഒരുക്കി വന്നതാണ്. പക്ഷെ ദൈവം അയക്കുന്നതായിട്ട് യാതൊരു ചിന്തയും ഉള്ളിലുണ്ടായില്ല. ഹൃദയത്തിൽ തട്ടണ്ടേ ദൈവം അയക്കുന്നതായിട്ട്? വല്ലയിടത്തും വല്ലവരും പറഞ്ഞു പോയിട്ടില്ല. എന്താണ് അതിൻ്റെ അപകടം? അതിൻ്റെ പിന്നിൽ എന്നെ ദൈവവചനം പഠിപ്പിച്ചൊരു പാസ്റ്റർ, പേരും പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല, അനുഗ്രഹീതനായ ദൈവദാസൻ, ആരെ സ്വന്തക്കാർ അമേരിക്കയിലുണ്ടെന്നും പറഞ്ഞ് കെട്ടിയെടുത്ത് അമേരിക്കയിലോട്ട് കൊണ്ടുപോയി. തിരിച്ച് വീൽ ചെയറിൽ കണക്ക് തിരിച്ചു കൊണ്ടുപോയില്ല.
ഇവിടെ കൊണ്ടുവന്ന് അധിക താമസം കഴിയുന്നതിന് ഇപ്പോൾ പുള്ളിയുടെ ഇടപാടും തീർന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൽ വേദനയോട് ഇപ്പോഴും ഓർക്കുക. ആ മനുഷ്യൻ അമേരിക്കയിൽ പോകാതെ അദ്ദേഹം ഇവിടെ ഇരുന്നെങ്കിൽ എവിടെ ഏത് പ്രസ്ഥാനത്തിൽ കയറി ചെന്നാലും ഒരു കസേര വലിച്ചിട്ടുള്ള അത്ര വചനജ്ഞാനമുള്ള മനുഷ്യൻ, നല്ല ഹെൽത്തിയായ മനുഷ്യൻ. സ്വത്രം. ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ പുള്ളിക്ക്? ഒരു കുറവുമില്ല. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുടന്ന് ബഹുവിധ ദുഃഖങ്ങൾക്ക് അധീനരായിത്തീർന്നു. നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടാനാകും. എവിടെ പാർട്ടി അതൊക്കെ വിട്ടോടാൻ? അങ്ങനെയൊക്കെ വിട്ടോടിക്കഴിഞ്ഞാൽ എന്താ? അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിൻ്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി വിളിക്കപ്പെട്ട അനേകം സാക്ഷികളുടെ മുൻപാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. ഈ നിഷ്കളങ്കനും നിരപരാധനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണമെന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തെയും പൊന്തിയോസ് പീലാത്തോസിന്റെ മുൻപിൽ നല്ല സ്വീകാര്യം കഴിച്ച ക്രിസ്തുയേശുവിനെയും സാക്ഷി വെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, കമാൻഡ് ചെയ്യുന്നു, കൽപ്പിക്കുന്നു. ദൈവസഭയുടെ അപ്പോസ്തലൻ, പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ, ഗലാത്യർ 1:1 കൽപ്പിക്കുക, കൽപ്പന തരിക. ഇതൊന്നും വേണ്ട ആർക്കും? പാസന്മാർക്ക് വേണ്ട, ഇത് വിശ്വാസികൾക്ക് വേണോ? തിമോഥെയോസിന്റെ ലേഖനം ഇടയലേഖനമാണ്. 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസ്, ഫിലിമോൻ ഇടയലേഖനങ്ങൾ, ഇടയന്മാർക്ക് വേണ്ടിയുള്ള ലേഖനങ്ങൾ. കൃപയാൽ ഈ ഇടയലേഖനമൊന്നും ഇവർക്ക് വേണ്ട. ഇവർക്ക് സങ്കീർത്തനം മതി. സങ്കീർത്തനത്തിൽ അനുഗ്രഹം കിടപ്പുണ്ട് പാസ്റ്ററെ, ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് പറയണം. ആയിക്കോ, ഒളിഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് അങ്ങനെയുള്ളവരോട് ഒരൊറ്റ ചോദ്യം ചോദിക്കാനുണ്ട്. കർത്താവ് പറഞ്ഞ ഗ്രേറ്റ് കമ്മീഷനിലെ ഒരു വാക്യം, സർവ്വസൃഷ്ടിയോടും പോയി സുവിശേഷം പ്രസംഗിക്കും, രക്ഷിക്കപ്പെടുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാവിൻ്റെ നാമത്തിൽ സ്ഥാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇതിനെന്ത് വില? പുല്ലുവില. അല്ലാതെ എന്താ? കർത്താവ് പറഞ്ഞതിന് പുല്ലുവില എന്ന്. മോശ പറഞ്ഞതാണ് ഇവിടുത്തെ വിഷയം. അടിപടലം തെറ്റിക്കിടക്കുക. PM ജോസഫ് IPCയിലെ കരുത്തനായ പാസ്റ്റർ പറഞ്ഞു. അത് എല്ലാ പ്രസംഗത്തിലും പറഞ്ഞാലും അധികം പറ്റല്ല. സങ്കീർത്തന പുസ്തകം വേദപുസ്തകത്തിലില്ലെങ്കിൽ ഞങ്ങളുടെ പാസ്റ്റർമാർക്ക് പ്രസംഗമില്ലെന്ന്. 150 സങ്കീർത്തനവും അതിൻ്റെ വ്യാഖ്യാനവും കൂടി ഉണ്ടെങ്കിൽ പ്രസംഗമായി. അപകടം. കർത്താവിൻ്റെ സ്വഭാവവും കർത്താവിൻ്റെ മനസ്സും കർത്താവിൻ്റെ ഭാവവും നമുക്കുണ്ടാകണമെങ്കിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിക്കണം. ഉപദേശം അനുസരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കണം. കുറ്റങ്ങൾ കുറവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതെല്ലാം ശുദ്ധീകരണം പ്രാപിച്ച് പോകാനായിട്ട് ക്രിസ്തുവിൻ്റെ ഉപദേശമാണ് ഏറ്റവും അത്യന്താപേക്ഷിതം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് കൂടെ നടന്ന് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ, ഓൾ നേഷൻസ് ശിഷ്യരായിക്കൊള്ളുവിൻ. 12 പേരും പോയി ലോകം മുഴുവൻ പ്രസംഗിച്ച് ശിഷ്യരാക്കി. ആ ശിഷ്യന്മാരെ മുഴുവൻ സാത്താൻ കുട്ടിച്ചോറാക്കിയിട്ടിരിക്കുകയാണ് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടത്തോടെ ദുഃഖത്തോടെ പറയട്ടെ, അപ്പോസ്തലന്മാരുടെ ഉപദേശം ശക്തിയോടെ സഭയിൽ പഠിപ്പിക്കാൻ തുടങ്ങുക. വിശ്വാസികൾ നന്നാകും. നിങ്ങളുടെ പേഴ്സിൽ കാശ് കുറച്ച് കുറഞ്ഞാലും അവർ നിത്യതയെ കാണും. അല്ലെങ്കിൽ അവരാരും നിത്യതയെ കാണാൻ ഒരു സാധ്യതയുമില്ല. എല്ലാറ്റിൻ്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാണ്. സുബോധമില്ലാത്ത പ്രാർത്ഥനയാണ്. ഇന്ന് പെന്തക്കോസ്തുകളുടെ പ്രാർത്ഥന കേട്ട കർത്താവ് ഇറങ്ങി ഓടുകയുള്ളൂ. സഹിക്കാൻ പറ്റത്തില്ല കർത്താവ്. ഞാനല്ല പറഞ്ഞൊരു ഭക്തനായ മനുഷ്യൻ പറഞ്ഞതാണ്. ഇവർ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് തലമുടിയോടും. ഇനി ഇത്തുകൾ കിടന്നിങ്ങനെ ജൽപ്പനം ചെയ്ത് അങ്ങ് തീരും. അത്രേ ഉള്ളൂ. പ്രാർത്ഥന എന്താണെന്ന് ആദ്യം പഠിക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അത് പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാർക്ക് യാതൊരു അറിവും കഴിവും പ്രാപ്തിയൊന്നും ഇല്ലാത്തവരെ കർത്താവ് പഠിപ്പിച്ചതാ.
അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥന പഠിക്കേ. ഫിലിപ്പിയ ലേഖനം 1:9-10-11 പഠിക്കേ. കൊലോസ്യർ 1:10-11-12-13 വാക്യങ്ങൾ പഠിക്കേ. അതാ പ്രാർത്ഥന. ഇനി എഫേസ്യ ലേഖനത്തിലെ പ്രാർത്ഥന പറയാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം. നേരത്തെ ഞാൻ പറഞ്ഞതാ, പക്ഷേ വാക്യം മാത്രമേ പറയുന്നുള്ളൂ. പ്രാർത്ഥന എടുത്തു പറയാൻ താല്പര്യമില്ല, സമയമില്ല. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19 മുതൽ അല്ലേ, 17 മുതൽ 17, 18, 19 പ്രാർത്ഥിക്കുക. എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. എന്തൊരു പ്രാർത്ഥനയാണ് അതൊക്കെ. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നമ്മളെല്ലാം സ്വർഗീയന്മാരാകുമെന്ന് എനിക്കറിയാം. അനേക സൗരന്മാർ ഇത് കേൾക്കുന്നുണ്ട്. നിങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ കുറിച്ചു വെച്ചൊന്ന് വായിച്ച് പഠിച്ചു നോക്കിയേ, നിങ്ങളൊക്കെ നല്ല കറതീർന്ന ആത്മീയരാകും. എഫേസ്യർ 3:14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 19 വരെ പ്രാർത്ഥനയുള്ളൂ. 20, 21 ഞാൻ ചോദിക്കുന്ന നിനക്കില്ല അത്യന്തപരമായി ചെയ്യുവാൻ. ആത്മീയമായി ഉണർത്തപ്പെട്ട് കഴിയുമ്പോൾ ചോദിക്കുന്ന മുഴുവൻ ആത്മീയമായിരിക്കും, ചക്കയും മാങ്ങയൊന്നും ആയിരിക്കത്തില്ല. മനസ്സിലായോ? പൗലൂസിന്റെ 4 പ്രാർത്ഥനകൾ എടുത്ത് വായിക്കേ. ബൈബിൾ സ്റ്റഡി ബാർ പാസ്റ്റർ സാമ്പോൾ എന്നുള്ളത് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥന കിട്ടും. അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനകൾ, പൗലൂസിന്റെ പ്രാർത്ഥന. 2 തിമോഥെയോസ് 7:14 എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കേണ്ട ദുർമാർഗ്ഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് സ്വർഗ്ഗത്തിൽ നിന്ന് മറുപടി തരും. വലിയ കലാപങ്ങൾ ലോകത്ത് സംഭവിക്കാൻ പോകുന്നു. വലിയ പ്രകൃതിക്ഷോഭങ്ങൾ ലോകത്ത് സംഭവിക്കാൻ പോകുന്നു. മാരകമായ രോഗങ്ങൾ ലോകത്ത് സംഭവിക്കാൻ പോകുന്നു. വലിയ യുദ്ധങ്ങൾ ലോകത്ത് സംഭവിക്കാൻ പോകുന്നു. ഇവിടെ ദൈവജനം പ്രാർത്ഥിച്ചാൽ ഇവയെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകാനും മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമ്മളെ കർത്താവ് അതിന് വിടുവിക്കും. നമ്മൾ ഉണർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ഈ വലിയ വിപത്തുകളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കും. ഇവ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ദൈവം നമുക്ക് കൃപ തരും. അതിനുള്ള അവസരങ്ങൾ കർത്താവ് നമുക്ക് നൽകി തരും. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പോയി കിടന്ന് നമ്മളും അവസാനം നശിച്ച് നരകക്കുഴി പോയി വീഴേണ്ടി വരും. പ്രാർത്ഥന എന്നുള്ളത് അപ്പോസ്തലന്മാരാണ് മാതൃക തരുന്നത്. പൗലൂസാണ് ആ പ്രാർത്ഥനയുടെ മാതൃക തരുന്നത്. എഫേസ്യ ലേഖനത്തിൽ 2 പ്രാർത്ഥന, ഫിലിപ്പി ലേഖനത്തിൽ 1 പ്രാർത്ഥന, കൊലോസ്യ ലേഖനത്തിൽ 1 പ്രാർത്ഥന. ആ വാക്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങൾ കുറിച്ചെടുത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കുക. സഹോദരങ്ങളെ, സഹോദരന്മാരെ, എനിക്കതേ പറയാനുള്ളൂ. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരാകുന്നത് അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ സുബോധം വരുന്നത്. സകലത്തിനു മുൻപ് ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സകലത്തിനു മുൻപ് ഉറ്റ സ്നേഹം. ഈ സ്നേഹം എവിടെ നിന്ന് കിട്ടും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ സ്നേഹം നമ്മളിൽ പകർന്നിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ സ്നേഹം ഉണ്ടാകും. ദുരാത്മാവുള്ളവർക്കും സ്നേഹം കാണുന്നില്ല. ദൈവസ്നേഹമുള്ളത് ദൈവത്തിൻ്റെ ആത്മാവുള്ളവർക്കാണ്. അല്ലാത്തവർക്ക് ജഡത്തിൻ്റെ സ്നേഹം എന്തെങ്കിലും കൊടുത്താൽ അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കൊടുത്താൽ, അങ്ങോട്ടില്ലെങ്കിൽ ഇങ്ങോട്ടില്ല. ഇത് അങ്ങോട്ടില്ലെങ്കിലും ഇങ്ങോട്ടില്ലെങ്കിലും ഇതൊന്നും അല്ല സ്നേഹം. അതൊക്കെ ജാതികളുടെ സ്നേഹമാണ്. ഈ പെന്തക്കോസ്തുകാരുടെ സ്നേഹം അതാണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാതികളെക്കാൾ താഴെ പോയി ഇന്നത്തെ പെന്തക്കോസ്തുകാർ. പറയുന്നതിൽ ഒരു മടിയുമില്ല എനിക്ക്. ഞാനൊരു പെന്തക്കോസ്തുകാരനാണ്. അതിൽ നിന്ന് തിരുത്താനാണ് എൻ്റെ ആഗ്രഹം. ഞാനതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ തന്നെ തിരുത്തിക്കൊണ്ടിരിക്കുക. ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ അതിസത്കാരമായിരിക്കും. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. അവരവർക്ക് കിട്ടിയ ആ വരത്തിനനുസരിച്ച് ശുശ്രൂഷിക്കും. ചുമ്മാ കിടന്ന് അതും ഇതും ശുശ്രൂഷയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊന്നും ഒരു പ്രയോജനമില്ല. ഓരോരുത്തരുടെ വചനത്തിൻ്റെ വെളിപ്പാടെങ്കിൽ ഓരോരുത്തർ രോഗശാല പുസ്തകത്തിലെല്ലാം പ്രമാണം ഉണ്ടെന്നേ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത 11-ാം വാക്യം. ഒരുത്തൻ പ്രസംഗിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്നത് പോലെ. പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ ആയിരിക്കണം. മനസ്സിൽ തോന്നുന്നതും വായി വരുന്നതും ഒക്കെ വിളിച്ച് പറയരുത്.
അത് പ്രസംഗമല്ല, അത് മനുഷ്യനെ തകർത്ത് കളയുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുമ്പോൾ പ്രത്യേകത എന്താ? ക്രൂശിൻ്റെ വചനം നശിച്ചുപോകുന്നവർക്ക് മോക്ഷത്തിൽ രക്ഷിക്കപ്പെടും. നമുക്ക് ദൈവശക്തി, വചനത്തിന് ദൈവശക്തിയുണ്ട്. ആ ശക്തിയാണ് മനുഷ്യനിൽ രൂപാന്തരം വരുത്തുന്നത്. എന്താണ് ആ ശക്തി? ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ച ചെയ്തതും പ്രാണനെയും ആത്മാവിനെയും സന്ധി വെച്ചവരെയും തുളച്ചു ചെല്ലുന്നതും. പിന്നെ 4:12 വാക്യം, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായുത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്പോൾ ജീവനും ചൈതന്യമുള്ള വചനം ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ ചെന്ന് തുളച്ചു ചെന്ന് രൂപാന്തരം വരുത്തും, മാനസാന്തരപ്പെടുത്തും, ക്രമീകരണത്തിലേക്ക് വരുത്തും, ദൈവത്തിലേക്ക് അടുപ്പിക്കും, പാപങ്ങളെ വിട്ട് ശുദ്ധീകരണം പ്രാപിക്കാനിടയായിത്തീരും. അതായി വചനത്തിൻ്റെ പ്രത്യേകത. അതിന് നമ്മുടെ അഭിപ്രായവും തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരുന്ന നടക്കില്ലെന്നായി പറയുന്നേ. ഹല്ലേലൂയ. വചനം പ്രസംഗിക്കുക, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. ഇതൊക്കെ ഇന്ന് പാസ്റ്റർമാർ വിട്ടുകളഞ്ഞിരിക്കുക. സത്യവചനം, പഥ്യവചനം പുതിയ നിയമമാണ്. അവൻ ഞങ്ങളെ പുതു നിയമത്തിൻ്റെ പ്രാപ്തന്മാരായി ശുശ്രൂഷകന്മാരാക്കി. 2 കൊരിന്ത്യർ 3 അധ്യായം. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ പ്രാപ്തന്മാരായി ശുശ്രൂഷകന്മാരാക്കി. നമ്മൾ പുതിയ നിയമത്തിലെ ശുശ്രൂഷകന്മാരാണ്, പഴയ നിയമത്തിൻ്റെ അല്ല. പഴയ നിയമം വായിക്കുമ്പോൾ മൂടുപടം വീഴുന്നു, ഹൃദയത്തിൻ്റെ കണ്ണ് അടഞ്ഞു പോവുക, ഹൃദയ കണ്ണ് ഗുരുടായി പോവുക. ഹൃദയ കണ്ണ് പ്രകാശിക്കാനാണ് വചനം പറയുന്നത്. ഇതൊക്കെ ആർക്ക് വേണം പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മുഖാന്തരം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ.